Hi viewers, a warm welcome to my channel Craft. Today I am going to show you something special in my videos and in my craft that is made from a bottle and coconut shell, and this is Kathakali. Hope you all know this is an Indian old classical dance, and it is in Kerala and it's Kerala's cultural dance. Do you want to know how to make this? Please watch full video and subscribe my channel. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ കുറച്ച് അന്യസംസ്ഥാനത്തുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. അവർ പറഞ്ഞു മലയാളം ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, എന്തേലും ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞു തരണം, സബ് ടൈറ്റിൽസ് ഒക്കെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നോക്കാം, അവർക്കും കൂടെ വേണ്ടി ചെറുതായിട്ട് ഇംഗ്ലീഷ് അത്രയൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇന്നത്തെ കണ്ടില്ലേ, ഇന്നത്തെ വീഡിയോ ഇതാണ്. ബോട്ടിലാത്താണ്, ബോട്ടിലും ചിരട്ടിയും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, കുറച്ച് ഹെവി വർക്കാണ്, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് അറിയില്ല, എങ്കിലും ഒരുപാട് പെർഫെക്ഷനൊന്നും ആക്കാതെ സിമ്പിളായിട്ട് ആക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ ഇച്ചിരി പെർഫെക്ഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയി പോയതാണ്, കുറച്ച് ടൈം എടുത്തു. ഓക്കെ, ഇനി വരാൻ പോകുന്ന ശാസ്ത്രമേള, ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രൈസ് അടിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രാഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ ഒരു കഥകളിയുടെ രൂപം എന്താ മോശമാണോ? ഇല്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ ഷോക്കേസിൽ വെക്കുമ്പോൾ അത് കാണുന്നവർ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു അഭിമാനമൊക്കെ തോന്നൂലേ അല്ലേ? അപ്പോൾ ആ അഭിമാനം നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണുക, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരും പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ മെയിൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും വ്യൂസും ഒക്കെ വേണം, എങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. നല്ല വീഡിയോ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ അഭിപ്രായങ്ങൾ, മറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും മാറ്റി വെക്കേണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, പകുതിക്ക് വെച്ച് പോകരുത്. എനിക്കറിയാം ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു വീഡിയോ ആണ്, അല്ലാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടാവില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, എങ്കിലും ശ്രമിക്കുക നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കഥകളിയുടെ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള കുപ്പിയാണ് എടുത്തത്. അതിന് മേലിൽ നമുക്ക് ഫസ്റ്റ് കോട്ടിങ് വൈറ്റ് അക്രിലിക് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അത് അടിച്ചു കൊടുത്തു. ഇനി കഥകളിയുടെ ഒരു ഫേസ് വരച്ചെടുക്കണം. അതിനു മുമ്പ് ഞാനൊരു വൈറ്റ് പേപ്പർ ഇതുപോലെ കുപ്പിയുടെ മുകളിൽ ഇതുപോലെ വച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് ഏകദേശം ഒരു അളവെടുത്തതിന് ശേഷമാണ് ഞാൻ കഥകളിയുടെ ഫേസ് ഫുള്ള് വരച്ചത്. കണ്ടില്ല, ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ശേഷം ഇതുപോലത്തെ ഒരു കാർബൺ പേപ്പർ എടുക്കുക, കളർ കാർബൺ പേപ്പർ തന്നെ എടുക്കുക. ബ്ലാക്കിനേക്കാളും നല്ലത് യെല്ലോ ആയിരിക്കും. എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കുപ്പിയുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മെഷർമെൻ്റ് എടുത്തിട്ട് വരച്ച ആ ഫേസിൻ്റെ ഫിഗർ നമുക്ക് കുപ്പിയുടെ മേളിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, നമ്മൾ കാർബൺ പേപ്പർ വെച്ച് വരച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഫിഗർ കിട്ടി. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് അടിച്ചു കൊടുക്കണം. അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് വേണം നമുക്ക്, സാപ്പ് ഗ്രീന്, പിന്നെ ലെമൺ യെല്ലോ, പിന്നെ ക്രിംസൺ റെഡും, പിന്നെ ഒരു വൈറ്റ് കളറും കൂടെ നമുക്ക് വേണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഫേസിൽ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ബ്രഷൊക്കെ അതിനനുസരിച്ച് മാറ്റി എടുക്കുക.
നന്നായിട്ട് വരക്കാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അവർക്കറിയാതെ എങ്ങനെയാണെന്ന്. വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവുന്ന പോലെ വരയ്ക്കുക. ഏകദേശം നമുക്ക് ആ ഒരു രൂപമെങ്കിലും കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കുക. ഇനി പെയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിഗർ ഇതുപോലെ നിങ്ങൾക്ക് കുപ്പിയിൽ വരയ്ക്കാൻ വിഷമമുണ്ടെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചാലും മതി. കണ്ടോ? ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല പേപ്പർ കട്ടിങ്ങോ മറ്റോ കഥകളിയുടെ ഫേസ് ഉണ്ടെങ്കിൽ അത് മുറിച്ച് ഒട്ടിച്ചിട്ടായാലും വർക്ക് ചെയ്യുക, കുഴപ്പമില്ല. നമുക്കാവുന്ന പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നെറ്റിയിൽ നമുക്കൊരു റെഡ് ടോൺ ഉണ്ട്, അതൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കഥകളിയുടെ ഫേസ് റെഫർ ചെയ്തിട്ട് തന്നെ കളറ് കൊടുക്കുക. അക്രിലിക്കിൻ്റെ കളറ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം അധികം യൂസ് ചെയ്യാണ്ട് അതിൻ്റെ കട്ടിക്ക് തന്നെ ഇത് നല്ല കട്ടിക്ക് തന്നെ അടിച്ചു കൊടുക്കുക. കുപ്പീൻ്റെ മുകളിൽ നിന്നാലേ നിൽക്കുള്ളൂ. അപ്പം ഞാൻ താടിയുടെ പോർഷന് വൈറ്റ് ഏറ്റവും ലാസ്റ്റാണ് അടിക്കുന്നത്. ഈ നമ്മുടെ പച്ച അടിച്ചപ്പോൾ പുറത്തായതൊക്കെ ഒന്ന് ക്ലീനാക്കി ഫിനിഷ് ചെയ്തിട്ട് അടിച്ചു. കണ്ടോ? ഫേസ് ഫുള്ളായിട്ടോ, കണ്ടില്ലേ? ഇനി നമുക്ക് കിരീടാക്കാൻ വേണ്ടി ചിരട്ട നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കണം സാൻഡ് പേപ്പർ വെച്ചിട്ട്. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു വലിയ ചിരട്ടിയും ഒരു ചെറിയ ചിരട്ടി എടുത്തിട്ടുണ്ട്. ഇത് കിരീടത്തിൻ്റെ സെൻറ്ററിലെ പോർഷന് ആ ഒരു ഷേപ്പാണ് ഈ രണ്ട് ചിരട്ടിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുത്തതാണ്. നമ്മുടെ കിരീടത്തിന് ഏറ്റവും മുകളിൽ നമ്മുടെ വിളക്കിൻ്റെ ഒക്കെ മുകളിൽ കാണുന്ന പോലൊരു പോർഷനുണ്ട്, അതാക്കിയെടുത്തതാണ്. ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് അതിന് പേപ്പർ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ആ ഒരു ഷേപ്പാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ തെർമോക്കോളോ ക്ലേയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം, അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് ചെയ്തു. ഇനി കണ്ടോ? ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു. ഞാനിനി അതിൻ്റെ മുകളിൽ വൂളൻ ത്രെഡ് നേരത്തെ മെറ്റീരിയൽസ് നീഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കളേഴ്സ്, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ചുവപ്പ്, ഒരു ഓഫ് വൈറ്റ് ലൈനും ഗ്രീനും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഫെവിക്കോൾ ആദ്യം തേച്ചിട്ട് വൂൾ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇനി വൂളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അത് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വൂളൻ ത്രെഡ് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ ആഫ്രിക്കൻ ലേഡിയുടെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിരീടത്തിന് ഏറ്റവും ആ മുകളിലത്തെ ആ പോർഷനിൽ റെഡ് കണ്ടോ? ഗോൾഡൻ കളറാണ് വരുന്നത്. അപ്പോൾ ഗോൾഡൻ പെയിൻറ്റിനേക്കാളും നമുക്ക് കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്യുന്നതിന്. വൂളൻ ത്രെഡിൽ ഗോൾഡൻ കളർ വരില്ല, അതുകൊണ്ട് ഞാൻ സിൽക്ക് ത്രെഡിൽ ഗോൾഡിൻ്റെ കളറുള്ളതാണ് എടുത്തത്. കണ്ടോ? ഇതുപോലെ ഒരുപാട് എണ്ണം ഒരുമിച്ച് എടുത്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആവുക. ആദ്യം ഫെവിക്കോള് പേപ്പറിൻ്റെ മേലെ തേച്ചിട്ട് ഇതുപോലെ ഒരുപാട് എണ്ണം ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ? ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ കണ്ടോ ഏറ്റവും മുകളിലത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ത്രെഡ് ഒട്ടിക്കാനാവില്ല. അപ്പോൾ നമുക്കൊരു കസവിൻ്റെ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കസവിൻ്റെ ഇതുപോലൊരു ചെറിയ തുണി കഷ്ണം എടുത്തിട്ട് മുകളിൽ ഇതുപോലെ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ട ഇതുപോലെ ത്രെഡ് നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. കണ്ടില്ലേ? ഇത് മുഴുവനായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഇതിൻ്റെ കിരീടത്തിൻ്റെ ഏറ്റവും പുറമേ ഒരു സർക്കിളില്ലേ അതൊന്ന് വരച്ചു കൊടുക്കാം. ഏകദേശം ഒരു മെഷർമെൻ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് വല്ല പ്ലേറ്റോ മറ്റോ എടുത്തിട്ട് റൗണ്ട് നല്ല റൗണ്ടാക്കി വരച്ചാൽ മതി. കണ്ടോ? ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് നല്ല റൗണ്ടാക്കി വരച്ചാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റിലുള്ള ഒരു ലൈനും കൂടെ വരച്ചിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കണം.
അപ്പോൾ അത് കട്ട് ചെയ്ത് ആ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ നമ്മൾ ത്രെഡ് ചുറ്റി വെച്ച് അതൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ സർക്കിൾ ഫുള്ളൊന്ന് നേരത്തെ ത്രെഡ് ചെയ്ത ചിരട്ടയിൽ ത്രെഡ് ചെയ്തതുപോലെ തന്നെ ഇതിലും ഒന്ന് നമുക്ക് നല്ല വൃത്തിക്ക് ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ത്രെഡ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പെയിൻറ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ളത് പേപ്പർ, കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം, ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന നൂലെല്ലാം നമുക്ക് പിറകിലേക്ക് ആക്കിയിട്ട് ഒരു പേപ്പർ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളായി ഞാൻ ചെയ്തു. ഇനി നമുക്ക് ആ സെൻറ്ററിലെ പോർഷൻ ഇത് കണ്ടോ, ഇതുപോലെ ഒന്നും ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അതിനെ ആ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ കട്ട് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് ചെയ്തിട്ട് ത്രെഡ് ഒട്ടിച്ചിട്ട് ഏറ്റവും പുറകിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചത്. കണ്ടോ, ചിരട്ടയുടെ പകുതി ഹാഫ് പോർഷനിലേക്കൂടെ ആ സർക്കിൾ അങ്ങ് കയറ്റി ചെയ്തത് നമുക്ക് നമ്മുടെ കുപ്പിയുടെ ഹെഡിൽ വെച്ച് കൊടുക്കാം. ഈ ചിരട്ട നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എടുത്ത കുപ്പിയുടെ കണ്ടില്ല ഇതുപോലെ തല കയറി നിൽക്കുന്ന രീതിയിലുള്ളൊരു ചിരട്ട വലിപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ചിരട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് നന്നായിട്ട് മുട്ടിച്ചു കൊടുത്തു. ഇനി ഇതുപോലൊരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കുക. ഞാൻ മൊത്തം ഒന്ന് പരതിയിട്ട് എനിക്ക് കിട്ടിയ തെർമോക്കോളാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കിരീടത്തിൽ തന്നെ കാണുന്നില്ലേ റൗണ്ട് ചെറിയ 2-3 സർക്കിൾ 4 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ഇതുപോലെ ചെറിയ പീസിൽ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കിരീടത്തിൻ്റെ മുകളിൽ വരുന്നത് 2 ഒരു നമ്മുടെ കോൺവെക്സ് ലെൻസ് ഇല്ലേ എന്ന് വെച്ചാൽ പുറത്തേക്ക് റൗണ്ട് ചെയ്ത് നിൽക്കുന്ന മാതിരിയുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പം അങ്ങനത്തെ 2 വേണം നമുക്ക്. ഇതുപോലെ ഒന്ന് കാർവ് ചെയ്ത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. കണ്ടതുപോലെ 2 വേണം. പിന്നെ 2 നമ്മുടെ കോൺവെക്സ് ലെൻസ് മാതിരി ഉള്ളിലേക്ക് കുഴിഞ്ഞതാണ്. കണ്ടില്ലേ, 4 ഞാൻ ഒരേ ഷേപ്പിലാണ് എടുത്തത്, ഒരേ സർക്കിൾ 1 ആണ്. ഇനി ഇതുപോലെ ഒരു 2 ഷേപ്പും കൂടെ മുറിച്ചെടുക്കാം. ഇത് നമ്മുടെ താടിക്ക് ഏറ്റവും താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത കട്ടിംഗ് ആണ്. അപ്പോൾ താടിയുടെ ഏറ്റവും ലാസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡിൽ ആ ഒരു ഷേപ്പിൽ വെട്ടി. ഇനി ആർട്ടിസ്റ്റിൻ്റെ അക്രിലിക് കളർ നമുക്ക് നമ്മുടെ തെർമോക്കോൾ പീസിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. യെല്ലോ ഓക്കർ കളർ ആദ്യം ഇതുപോലെ അടിച്ചിട്ട് പിന്നെ ഇതുപോലെ റെഡിൻ്റെ ഒരു ഡിസൈന് കൊടുത്തു ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡ് ഒഴിവാക്കിയിട്ട് മെറ്റാലിക് ഗോൾഡിൻ്റെ കളറ് അടിച്ചു കൊടുത്തു. കണ്ടില്ലേ, അപ്പോൾ വെട്ടി വെച്ച തെർമോക്കോളിൻ്റെ പീസിനൊക്കെ അതേ സെയിം കളർ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് റെഡ് ഡിസൈനിന് പകരം വേണമെങ്കിൽ സ്റ്റോൺ വെച്ച് കൊടുക്കാം. ഈ കോൺകേവ് ഷേപ്പിൽ വെച്ച പീസിന് ഞാൻ ഔട്ടറിലൊരു വൈറ്റ് ബോർഡർ കൊടുത്തു. പിന്നെ കണ്ടില്ലേ, ഈ ഒരു പീസ് നമ്മൾ ഡിസൈൻ ആക്കി വെട്ടി അതിനും സെയിം കളർ തന്നെ കൊടുത്തു. ഇനി അത് നമ്മുടെ കിരീടത്തിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോളാണ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫെവി ബോണ്ട് ഒന്നും വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. ഫെവി ബോണ്ട് ആയാൽ തെർമോക്കോൾ അങ്ങനെ ഉരുകിപ്പോവും. അതുകൊണ്ട് ഫെവിക്കോൾ തന്നെ ഉപയോഗിക്കുക. കണ്ടിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് നമ്മുടെ കയ്യിൽ സ്റ്റോൺസും ലേസും ഒക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ച് താടിയും കൂടെ ഒന്ന് ലാസ്റ്റ് പിടിപ്പിച്ചിട്ട് കണ്ടോ ഇതുപോലെ ഒന്നങ്ങ് അലങ്കരിച്ച് കൊടുക്കാം. കണ്ടില്ലേ, കയ്യിലുള്ള സ്റ്റോൺസും ലേസും എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിച്ചിട്ട് ഭംഗിയാക്കുക. സ്റ്റോൺസൊന്നും ഞാൻ ഇതിനായിട്ട് വാങ്ങിച്ചൊന്നുമല്ല, എൻ്റെ കയ്യിൽ പഴയ ഡ്രസ്സിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പറിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തതാണ്.
കണ്ടില്ലേ? താടിയുടെ പോർഷനിൽ താടി ഞാൻ ഒട്ടിച്ച് ആ വൈറ്റ് കാർഡ്ബോർഡ് പീസ് നമ്മൾ വെട്ടിയത് ഒട്ടിച്ചിട്ട് വൈറ്റ് കളറും അടിച്ചിട്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ ഒരു ഓഫ് വൈറ്റിൻ്റെ വൂളൻ ത്രെഡ് ഇതുപോലെ ലൈനായിട്ട് ഒട്ടിച്ചു കൊടുത്തു. കണ്ടില്ലേ? കണ്ടോ, നെറ്റിയിൽ മുത്തിൻ്റെ ഒരു മാല കണ്ടില്ലേ? മൊത്തമായിട്ട്